ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ജൂലൈ 3 വെള്ളിയാഴ്ച വിവിധ ഭാഷകളിലായി ഒട്ടനവധി സിനിമകളാണ് തിയേറ്റർ റിലീസായി എത്തിച്ചേർന്നത്. ഇങ്ങനെ എത്തിച്ചേർന്ന സിനിമകളിൽ മലയാളത്തിൽ നിന്നുള്ള അരൂപി എന്ന സിനിമയുടെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അഭിലാഷ് വാര്യർ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ നെബു എബ്രഹാം, സാക്ഷി ഫാദല, നേഹ ചൗള എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ കേരളത്തിൽ ആദ്യ ദിവസം നേടിയെടുത്തിരിക്കുന്നത് 5 ലക്ഷം രൂപയാണ്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരം വന്നിട്ടില്ല. തെലുങ്കിൽ നിന്ന് 2 സിനിമകളാണ് തിയേറ്ററിലെത്തിയത്. ഇതിൽ ആദ്യത്തേത് നാഗബന്ധം എന്ന സിനിമയാണ്. അഭിഷേക് നാമ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ വിരാട് കർണ, നഭ നടേഷ്, ഐശ്വര്യ മേനോൻ, ജോൺ കൊക്കൻ, മഹേഷ് മഞ്ചരേക്കർ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. സിനിമ ഇന്നലെ കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 2,80,000 രൂപയാണ്. തെലുങ്കിൽ 3 കോടി കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 4,10,00,000 രൂപയാണ്. ഈ സിനിമയുടെയും വിദേശ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇന്നലെ തിയേറ്ററിലെത്തിയ രണ്ടാമത്തെ തെലുങ്ക് സിനിമയാണ് റാവു ബഹാദൂർ. വെങ്കടേഷ് മഹാ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സത്യദേവ്, വികാസ് മുപ്പല, ദീപ തോമസ് എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ചിത്രം തെലങ്കാനയിൽ 91 ലക്ഷം രൂപയും ആന്ധ്രയിൽ 66 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത്. കർണാടകയിൽ 15,50,000 കളക്ട് ചെയ്ത ഈ സിനിമ തമിഴ്നാട്ടിൽ 2 ലക്ഷം ഉൾപ്പെടെ ഇന്ത്യൻ ഗ്രോസായി 1,75 ലക്ഷം രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. വിദേശത്ത് നിന്ന് ആദ്യ ദിവസം 1,18,000 കളക്ട് ചെയ്ത ഈ സിനിമ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ഓപ്പണിംഗായി നേടിയെടുത്തിരിക്കുന്നത് 2,93 ലക്ഷം രൂപയാണ്. ഹിന്ദിയിൽ നിന്നും ഇന്നലെ പ്രധാനമായും തിയേറ്ററിലെത്തിയത് ആൽഫ എന്ന സിനിമയാണ്. YRF യൂണിവേഴ്സിലെ 7ാമത്തെ ചാപ്റ്ററായ ഈ സിനിമ ശിവ് റാവലിയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ആലിയ ഭട്ട്, ശർവാണി, അനിൽ കപൂർ, ബോബി ഡിയോൾ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ ഇന്നലെ കേരളത്തിൽ 12 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസായി ആദ്യ ദിവസം നേടിയെടുത്തത് 11,48 ലക്ഷം രൂപയുമാണ്. 16,29 ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് ഓപ്പണിംഗായി നേടിയെടുത്തിട്ടുള്ളത്. 100 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 65 കോടി രൂപയ്ക്കാണ്. അതേസമയം ആൽഫ 2ാം ദിവസം എന്ന ശനിയാഴ്ച അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ നേടിയെടുത്തിരിക്കുന്നത് 4,85 ലക്ഷം രൂപയാണ്. ഇന്നലെ തിയേറ്ററിലെത്തിയ രണ്ടാമത്തെ ബോളിവുഡ് സിനിമയാണ് ബേബി ഡു ഡൈ ഡു. നാജികേത് സാമന്ത് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഹുമ ഖുറൈഷി, സിക്കന്ദർ ഖേർ, ചങ്കി പാണ്ഡെ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്ത്യൻ ഓപ്പണിംഗായി നേടിയെടുത്തിരിക്കുന്നത് 50,50,000 രൂപയാണ്. സിനിമയുടെ വിദേശ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. തമിഴിൽ നിന്നും ഇന്നലെ തിയേറ്ററിലെത്തിയ പ്രധാനപ്പെട്ട സിനിമയാണ് ഗാട്ടാ കുസ്തി 2. ചെല്ല അയ്യാവു തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ വിഷ്ണു വിശാൽ, ഐശ്വര്യ ലക്ഷ്മി, രമ്യ കൃഷ്ണൻ, യോഗി ബാബു, കരുണാസ്, മുനീഷ് കാന്ത് എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്നലെ കേരളത്തിൽ 13 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. തമിഴ്നാട് ഓപ്പണിംഗായി 2,79,00,000 കളക്ട് ചെയ്ത ഈ സിനിമ കർണാടകയിൽ നിന്ന് 23 ലക്ഷം, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 60,000 എന്നിങ്ങനെ 3,16 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത്. വേൾഡ് വൈഡ് ഗ്രോസായി സിനിമ 4,03 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. 2ാം ദിവസം എന്ന ശനിയാഴ്ച പ്രീസെയിലായി ഈ സിനിമ തമിഴ്നാട്ടിൽ 1,30 ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. ഒട്ടനവധി പുതിയ സിനിമകൾ തിയേറ്റർ റിലീസായി എത്തിച്ചേർന്നതിലും കേരളത്തിൽ മികച്ച കളക്ഷനുമായി മുന്നോട്ട് പോകുന്നത് ബാലൻ തന്നെയാണ്. ചിദംബരം സംവിധാനം ചെയ്ത് ജൂൺ 19 തിയേറ്ററിലെത്തിയ ഈ സിനിമ 15ാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 34,35,000 രൂപയാണ് കളക്ട് ചെയ്തത്. 15 ദിവസം കൊണ്ട് 15,58 ലക്ഷം രൂപയാണ് കേരള കളക്ഷനായി സിനിമ നേടിയെടുത്തിരിക്കുന്നത്. വേൾഡ് വൈഡ് ഗ്രോസ് 32 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ജൂൺ 19 തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായമായി മുന്നോട്ട് പോകുന്ന മലയാള സിനിമയാണ് ചിന്ന ചിന്ന ആസൈ. സിനിമയുടെ സക്സസ് ടീസർ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. ഇന്നലെ കേരളത്തിൽ ഈ സിനിമ കളക്ട് ചെയ്തത് 4 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ കേരളത്തിൽ ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 1,92 ലക്ഷം രൂപയാണ്. വേൾഡ് വൈഡ് ഗ്രോസായി 2,30 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമയുടെ ബഡ്ജറ്റ് 1,80 ലക്ഷം രൂപയാണ്. GN കൃഷ്ണകുമാർ സംവിധാനം ചെയ്ത് ജൂൺ 25 തിയേറ്ററിലെത്തിയ അനന്തക്കാട് എന്ന സിനിമ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 5,50,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 9 ദിവസം കൊണ്ട് കേരളത്തിൽ 2,26 ലക്ഷം രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 5 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.